വെയിറ്റ് ലോസ് പിൽസ് എത്ര യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന കുറേ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഉണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് ലോസ് പിൽസ് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അതാണ് പലർക്കും വേണ്ടത്. പെട്ടെന്നൊന്ന് വെയിറ്റ് കുറയണം. അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആരും ഓർക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ലോസ് പിൽസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ലിവർ ഡാമേജ് നിങ്ങൾക്ക് ഉണ്ടാവാം, കിഡ്നിയുടെ ഫെയിലിയർ ഉണ്ടാവാം, ഹോർമോൺസിൻ്റെ കംപ്ലീറ്റ് ഒരു ഇംബാലൻസ് ഉണ്ടാവാം. അതായത് മൂഡ് സ്വിങ്, ഡിപ്രഷൻ ഇതുപോലെയുള്ള ട്രബിൾസ് ഉണ്ടാവാം, കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ടുണ്ടാവാം, അസിഡിറ്റി, ബ്ലോട്ടിങ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, നോസിയ അതായത് നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ഒരു സെൻസേഷൻ തോന്നാറുണ്ട് ഈ പിൽസ് കഴിക്കുമ്പോൾ. ബി പിയിൽ കംപ്ലീറ്റ് ഒരു വേരിയേഷൻ വരും. ചിലർക്ക് ബി പി ഡൗൺ ആയി പോവും, ചിലർക്ക് കൂടുകയും ചെയ്യും. ഇതുപോലെയുള്ള ഒരുപാട് ട്രബിൾസ്. അതുകൂടാതെ സ്കിന്നിൽ ഫുൾ എക്നീസ്, പിമ്പിൾസ് ഒക്കെ ഉണ്ടാവാം, ഹെയർ ലോസ് നന്നായിട്ടുണ്ടാവാം. ഇത്രയും സൈഡ് ഇഫക്ട്സ് ഉള്ള വെയിറ്റ് ലോസ് പിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞാൽ മതിയെന്നേ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അത് കറക്റ്റായിട്ട് ചെയ്യണം. കുറച്ച് ഹാർഡാണെന്ന് മാത്രം. 6 മന്ത് ഒക്കെ കറക്റ്റായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതല്ലേ നല്ലത്. താങ്ക് യു.